തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത റോഡിലെ കുഴി. അയ്യന്തോളിൽ കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. പ്രതിഷേധവുമായി കോൺഗ്രസ് ബിജെപി കൌൺസിലർമാർ. അടിയന്തര റിപ്പോർട്ട് തേടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം നിസ്സാരവൽക്കരിച്ചിട്ടില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കെഎസ്ഇബി സേഫ്റ്റി ഡയറക്ടർ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി. പുതുക്കാട് കാവല്ലൂർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ദേശീയപാത അമ്പലൂരിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. റോഡിലെ കുഴിയും ഓടയുടെ സ്ലാബുകൾ തകർന്നതും കുരുക്കിനിടയാക്കുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ് കുന്നംകുളം നഗരത്തിലെ റോഡുകൾ. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ ഈ മാസം 21 മുതൽ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുസ്ലിസ് ബസ് സ്റ്റാൻഡ് റോഡിന് ശാപമോക്ഷം. 30 ലക്ഷം രൂപ ചിലവഴിച്ച് റോഡ് ടൈൽ വിരിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. കയ്പമംഗലത്ത് 3 പീടിക നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തിത്തുറന്ന വിഗ്രഹത്തിലെ മാല കവർന്നു. ഭണ്ഡാരം തകർത്ത പണവും കവർന്നു. സംസ്ഥാനത്ത് മഴ ശക്തിയായി തുടരുന്നു. തൃശൂരിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. 2 ദിവസം കൂടി കനത്ത മഴ തുടരും. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ റോഡിലെ കുഴി വീണ്ടും ജീവനെടുത്തു. അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. അടിയന്തര റിപ്പോർട്ട് തേടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ലാലൂർ സ്വദേശി 34 വയസ്സുള്ള ആബേൽ ചാക്കോ പോളാണ് മരിച്ചത്. പുഴയ്ക്കൽ ഭാഗത്തേക്ക് ബൈക്കിൽ പോയിരുന്ന ആബേൽ ചാക്കോ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോൾ ഇടതുഭാഗത്തേക്ക് വീഴുകയും തലയിൽ കൂടി ബസ് കയറുകയുമായിരുന്നു. പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ റോഡുകളുടെ കുഴി തന്നെയാണ്. ആ കുഴി വേണ്ട വിധത്തിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ അത് അടയ്ക്കുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ കുഴികൾ നേരത്തിന് അടയ്ക്കാതെ, മഴക്കാലത്തിന് മുൻപ് അടയ്ക്കാതെ വീണ്ടും മഴ പെയ്ത് കഴിയുമ്പോൾ മഴയെ കുറ്റം പറയുന്നൊരവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഇതുകൊണ്ടാണ് ഈ കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ ചെറിയ കുഴികൾ വരെ വീണ്ടും വലുതായി വരികയും അതിൽ രക്ഷപ്പെടാനായിട്ട് കുട്ടികൾ വണ്ടി തിരിക്കുമ്പോഴും അപകടത്തിൽപ്പെടുന്നു. ഇപ്പോൾ ഇന്നുണ്ടായ അപകടം തന്നെ ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ ബൈക്ക് ഒന്ന് തിരിച്ചപ്പോൾ പെട്ടെന്ന് വേറെ സ്കൂട്ടറിൽ ഇടിക്കുകയും ആ യാത്രക്കാരൻ ബസിന്റെ അടിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഹെൽമെറ്റ് ധരിച്ചിരുന്നുവെങ്കിലും ഉടൻ അന്ത്യം സംഭവിച്ചു. ഫെഡറൽ ബാങ്ക് ജീവനക്കാരനായ ആബേൽ ഓഫീസിലേക്ക് പോകും വഴിയാണ് അപകടം. കുന്നംകുളത്തേക്ക് പോകുന്ന ആര്യ എന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. വണ്ടി ഇവിടെ പോകുമായിരുന്നു. അവിടെ നിന്ന് ഒരു ബൈക്ക് വരുന്നു. ഗട്ടർ ചാടി വേറെ ബൈക്കിൽ മുട്ടി ഇയാൾ തെറിച്ച് വീഴായിരുന്നു. ബാക്കിൽ വരുന്ന കുന്നംകുളം ബസ് കയറി ഇറങ്ങി, ഹെൽമെറ്റ് കൂടെ കയറി ഇറങ്ങി. അങ്ങനെ സംഭവം ഉണ്ടായത്. ആള് ഡോക്ടർ ഒരു ബാക്കിലുണ്ടായിരുന്നു. ബാക്കിൽ ഒരു കാറിൽ ഡേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. ആൾ ഇറങ്ങി സൈഡാക്കി വന്ന് നോക്കിയപ്പോൾ ആള് ഫോട്ടോ ഔട്ടായി. ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റോഡ് ഭയങ്കര മോശമാണ്. ഈ അയ്യന്തോൾ ബസ് ഒരുപാട് ആക്സിഡൻ്റ് ആയിട്ട് ഇപ്പോൾ രണ്ടാമത് ആക്സിഡൻറ്റ് നടക്കും. ഇതിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റോഡ് പണി എന്തെങ്കിലും വെച്ചാൽ ഈ ഇവിടെ ആക്സിഡൻറ്റ് ഒരുപാടുണ്ടാവും. ഒരുപാട് മഴ ഉണ്ടാവും. രണ്ടാമത്തെ മരണമാണ് ഇത്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയർക്ക് കണ്ണു തുറക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ഇതുപോലുള്ള വലിയ കുഴികളായിട്ടും ഇങ്ങോർക്ക് ഇത് കാണാനും പറ്റുന്നില്ല. ഈ വാർഡിലെ കൗൺസിലർമാർക്ക് ഇത് കണ്ണു തുറക്കാനും പറ്റുന്നില്ല. ഇത്രയും വലിയ കുഴികൾ കണ്ടു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സർവീസ് പോലെ, ഈ ആംബുലൻസ് സർവീസ് പോലെ ഈ റോഡിന് ഈ PWDക്കാർക്കായാലും അതേമാതിരി കോർപ്പറേഷൻ റോഡുകൾക്കായാലും ഒരു മൊബൈൽ യൂണിറ്റ് ഉണ്ടാക്കി ഇതുപോലെ ഒറ്റപ്പെട്ട കുഴികൾ അടച്ച് ജീവൻ രക്ഷപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. അപകടത്തെ തുടർന്ന് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞ് റോഡ് ഉപരോധിച്ചു. തുടർന്ന് രൂക്ഷമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാരും നേതാക്കളും പ്രവർത്തകരും റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. ആഴ്ചകൾക്കിടെ രണ്ടാമത്തെ ജീവനാണ് റോഡിലെ കുഴിയിൽ പൊലിയുന്നതെന്നും റോഡ് നന്നാക്കാൻ നടപടിയെടുക്കാത്ത മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. ആദ്യം നമുക്കറിയാം, ഒരു കുഴിയിൽ വീട് ചീയാരത്തുള്ള വീട്ടമ്മ കുഴിയിൽ നിന്ന് വീണ് മരിക്കുകയുണ്ടായി 1 വർഷം മുമ്പ്.
ഒരു മാസം മുമ്പ് MG റോഡിൽ കുഴിയിൽ വീണൊരു പയ്യൻ മരിക്കുകയുണ്ടായി. ഇപ്പൊ വീണ്ടും ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ എടുത്തിരിക്കുകയാണ് ഇവിടെ പുതൂർക്കരയില്. ഇവിടെ ഗവൺമെന്റ് ഉണ്ടോ? ഇവിടെ കോർപ്പറേഷൻ ഉണ്ടോ? ഇവിടെ ജില്ലാ ഭരണകൂടമുണ്ടോ? കളക്ടറുടെ മൂക്കിന് താഴെയാണ് കുഴി, പോലീസ് ഉദ്യോഗസ്ഥരുടെ മൂക്കിന് താഴെയാണ് കുഴി. എന്ത് നടപടിയാണ് ഇവർ സ്വീകരിച്ചത്? എന്ത് നടപടിയാണ് ഇവർ സ്വീകരിക്കുന്നത്? ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല. ജനങ്ങൾ മരിച്ചു വീഴുന്നു, നിരവധി പേർക്ക് പരിക്ക് പറ്റുന്നു. യാതൊരു നടപടികളും സ്വീകരിക്കാത്ത ഗവൺമെന്റും കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും. BJP തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോന്റെ നേതൃത്വത്തിലാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് നന്നാക്കാത്ത കോർപ്പറേഷന്റെ അനാസ്ഥയിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞതിന് മേയറാണ് ഉത്തരവാദി. മേയർക്കെതിരെ കേസെടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി BJP മുന്നോട്ടു പോകുമെന്നും രഘുനാഥ് സി മേനോൻ പറഞ്ഞു. തൃശ്ശൂരിലെ ജനതയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തൃശ്ശൂർ മേയർ മുന്നോട്ട് പോകാനുള്ള തയ്യാറെങ്കിൽ BJP ഈ സമരത്തിന് ഇന്നൊരു പരിഹാരം കണ്ടെത്തിയിട്ട് മാത്രമാണ് ഇതിൽ നിന്ന് പിന്മാറുള്ളൂ. എന്ന് റോഡ് ടാർ ചെയ്യുമെന്നുള്ള ഒരു വാക്ക് തൃശ്ശൂരിലെ ജനങ്ങൾക്കും ഈ ഭാഗത്തെ ജനങ്ങൾക്കും നൽകാതെ BJP സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്നുള്ളതാണ് BJPയുടെ പ്രഖ്യാപനം. റോഡ് വിരോധിച്ച കോൺഗ്രസ് BJP പ്രവർത്തകരെയും നേതാക്കളെയും ടൗൺ വെസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലും പ്രവർത്തകർ പോലീസിനെ ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തൃശൂർ MG റോഡിലും സമാനമായ അപകടത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അപകടങ്ങളെ തുടർന്ന് കോർപ്പറേഷനിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. കോർപ്പറേഷൻ പരിധിയിൽ ഒരു മാസത്തിനിടെ രണ്ടാമത്തെ ജീവനാണ് റോഡിലെ കുഴിയിൽ പൊലിയുന്നത്. ഓരോ തവണ അപകടമുണ്ടാകുമ്പോഴും പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ അത് പ്രവൃത്തിപാതയിലെത്തിക്കുന്ന ഒരു സമീപനം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിൽ ജനങ്ങൾ വളരെ പ്രക്ഷുബ്ധരാണ്. അയ്യന്തോളിൽ നിന്നും ക്യാമറാമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. ദേശീയപാത കൊരട്ടി പെരുമ്പിയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്ക്. അങ്കമാലിയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ മറിഞ്ഞു. ഡിവൈഡറിൽ തല കീഴായി കിടന്ന കാറിന്റെ ഒരു ഭാഗത്ത് പിന്നീട് മറ്റൊരു കാർ വന്ന് ഇടിക്കുകയായിരുന്നു. മലപ്പുറത്തേക്ക് പോയിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാറാണ് മറിഞ്ഞു കിടന്നിരുന്ന കാറിലിടിച്ചത്. പരിക്കേറ്റ മലപ്പുറം സ്വദേശികളെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം നിസ്സാരവൽക്കരിച്ചിട്ടില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. KSEB സേഫ്റ്റി ഡയറക്ടർ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും സ്കൂളിന് മുകളിലെ ലൈൻ മാറ്റി സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വൈദ്യുതി സുരക്ഷയുടെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണത കൈവരിക്കാനായിട്ടില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ 39ാം സംസ്ഥാന സമ്മേളനം തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി മേഖലയെ തകർക്കുന്ന നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുകയാണെന്നും മന്ത്രി പറഞ്ഞു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് N. വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ AC മൊയ്തീൻ MLA, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി B. ശശികുമാർ, പ്രദീപ് ശശിധരൻ, MP ഗോപകുമാർ, നെയ്യാറ്റിൻകര പ്രദീപ് എന്നിവർ സംസാരിച്ചു. എന്നാണ് വൈദ്യുതി ബോർഡിന്റെ അഭിപ്രായം. 31/3/2001 കണക്ക് പ്രകാരം 2728 കോടി രൂപയുടെ അധിക മാസ്റ്റർ ട്രസ്റ്റിന് നൽകിയതെന്നാണ് ബോർഡ് അവകാശപ്പെടുന്നത്. 35/4/64 എന്ന അനുപാതത്തിൽ സർക്കാർ KSEB പുതുക്കാട് കാവല്ലൂർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. കല്ലൂർ കാവല്ലൂർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണു. തലനാരിഴയ്ക്കാണ് അപകടമൊഴിവായത്. ശനിയാഴ്ച രാവിലെ 7:30യോടെയാണ് റോഡിൽ കമ്പി പൊട്ടിവീണ നിലയിൽ കണ്ടത്. ഈ സമയത്ത് വൈദ്യുതി പ്രവാഹമുണ്ടായിരുന്നു. കാവല്ലൂർ കവിതാ ക്ലബിന്റെ ഭാരവാഹിയായ രാജേഷാണ് റോഡിന് കുറുകെ കമ്പി പൊട്ടിക്കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ KSEB അധികൃതരെ വിവരമറിയിച്ചതോടെ ലൈൻ ഓഫ് ചെയ്തു. കാറ്റിൽ മരച്ചില്ല വീണതാണ് കമ്പി പൊട്ടിവീഴാൻ കാരണം. സമീപത്തെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന ഇടവഴിയാണിത്. നിരവധി വീടുകളുള്ള ഈ ഭാഗത്തെ നാട്ടുകാരും ഇതിലൂടെയാണ് പോകാറുള്ളത്. മഴയിൽ പൊട്ടിക്കിടന്ന കമ്പിയിൽ നിന്ന് ഷോക്കേൽക്കാതെ വഴിയാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. KSEB അധികൃതരെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. ദേശീയപാത അമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് അഴിയുന്നില്ല. റോഡിലെ കുഴിയും ഓടയുടെ സ്ലാബുകൾ തകർന്നതും കുരുക്കിന് കാരണമാവുന്നു.
തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. പുതുക്കാട് സെന്ററും കടന്ന് വാഹനനിര നീണ്ടു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതോടെ ഇരുവശത്തുമുള്ള പാതയിൽ ഒറ്റവരിയായിട്ടാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഓടയുടെ മുകളിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാവുന്ന തരത്തിൽ ഉറപ്പുള്ള സ്ലാബുകളാണ് സ്ഥാപിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവയെല്ലാം തകരുന്ന സ്ഥിതിയാണ്. ഇത്തരത്തിൽ തകർന്ന സ്ലാബുകൾ മാറ്റിസ്ഥാപിക്കാൻ ശനിയാഴ്ച രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് വലിയ കുരുക്കിനിടയാക്കിയത്. പിന്നീട് ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ സ്ലാബ് മാറ്റൽ അധികൃതർ ഉപേക്ഷിക്കുകയായിരുന്നു. തകർന്ന സ്ലാബിന് മുകളിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ അപകടങ്ങൾക്ക് സാധ്യതയേറെയാണ്. തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയിലും സർവീസ് റോഡിലും വാഹനങ്ങൾ നിറഞ്ഞതോടെ പുതുക്കാട് മുതൽ ആമ്പല്ലൂർ വരെയുള്ള ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ആശുപത്രിയിലേക്കും ആളുകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥിതിയായി. വാഹനം എത്താത്തതുമൂലം പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിലെ ആശുപത്രിയിലെത്തിയ രോഗിയെ ബൈക്കിലാണ് കയറ്റിവിട്ടത്. ഈ ഒരു ബ്ലോക്ക് ഇതേപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകളായി. ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടെത്താൻ ഇവിടുത്തെ അധികാരികൾക്കോ ബന്ധപ്പെട്ട ആളുകൾക്കോ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ പേരിൽ നിരവധി തവണ ഇവിടെ പല സമരങ്ങൾ നടത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇതുവരെ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. മനുഷ്യരെ ജനങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്നൊരു അവസ്ഥ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇന്ന് ഈ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ആമ്പല്ലൂർ കടക്കാൻ അരമണിക്കൂറോളം സമയമാണ് എടുക്കുന്നത്. മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് യാത്രക്കാർ വലയുമ്പോഴും ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും പ്രശ്നത്തിൽ ഇടപെടാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്. കുണ്ടും കുഴികളും നിറഞ്ഞ് കുന്നംകുളം നഗരത്തിലെ റോഡുകൾ വീണ്ടും ഗതാഗത യോഗ്യമല്ലാതായി. നഗരത്തിലേക്ക് പ്രവേശിക്കാവുന്ന പ്രധാന റോഡുകളിലാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. മഴ ശക്തമായതോടെ കാണിയമ്പാൽ റോഡിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. മുൻപ് ഗ്യാസ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയ ഭാഗങ്ങളിലാണ് ടാർ ഇളകി മാറി വീണ്ടും കുഴികൾ ഉണ്ടായിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തികൾക്കായി എടുത്ത കുഴികൾ കൃത്യമായി നികത്താത്തതാണ് വീണ്ടും കുഴികൾ രൂപപ്പെടാൻ കാരണമായത്. വാട്ടർ അതോറിറ്റി നിർമ്മാണ പ്രവർത്തികൾക്കായും റോഡിൽ കുഴികൾ എടുത്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഇവിടെ അപകടം പതിയിരിപ്പുണ്ട്. പെട്ടെന്ന് കുഴി ശ്രദ്ധയിൽപ്പെടുമ്പോൾ വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും അപകടത്തിനിടയാക്കും. സ്വകാര്യ ആശുപത്രി, സ്കൂളുകൾ, മെഡിക്കൽ ക്ലിനിക്കുകൾ, BSNLന്റെ പ്രധാന കാര്യാലയം, വിവിധ ക്വാർട്ടേഴ്സുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന മേഖല കൂടിയായതിനാൽ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പാതയിലൂടെ കടന്നുപോകുന്നത്. വൺ വേ റോഡിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോഴും ഗുരുവായൂരിലേക്ക് ചെറുവാഹനങ്ങൾ എളുപ്പമെത്താനും ഈ വഴിയാണ് വിനിയോഗിക്കാറുള്ളത്. വടക്കാഞ്ചേരി റോഡിൽ നിന്നും മലങ്കര ആശുപത്രിയിലേക്കും സീനിയർ ഗ്രൗണ്ടിലേക്കും പ്രവേശിക്കാവുന്ന റോഡുകൾ ഉൾപ്പെടെ പല റോഡുകളിലും ഇതേ അവസ്ഥയാണ്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിന്റെ അപകടാവസ്ഥ വ്യക്തമാക്കി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ഇനിയും കുഴികൾ ഉണ്ടാകാത്ത രീതിയിൽ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ ഈ മാസം 21 മുതൽ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന 75ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നിർത്തിവെക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ബസ്സുകൾക്ക് ദിനം പ്രതി വളരെയധികം അറ്റകുറ്റപ്പണികളും തൊഴിലാളികൾക്ക് മാനസിക സമ്മർദ്ദവും മൂലം ബസ് ഓടിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. കളക്ടർ, ദേശീയപാത അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തത് മൂലമാണ് 21 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അസോസിയേഷൻ ഭാരവാഹികളായ ആസിഫ് കാക്കശ്ശേരി, നിമിൽ കൊട്ടുക്കൽ, സന്ദീപ് കൃഷ്ണ, ഷൈൻ പ്രസന്നൻ, വൈശാഖ് നിഹാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ തൃപ്രയാർ സംസ്ഥാന പാതയിലെ ചിറക്കൽ പാലം അടുത്ത മാസം ആദ്യം തുറന്നുകൊടുക്കുമെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. ഈ മാസം 28-നകം പണികൾ പൂർത്തീകരിക്കാൻ MLA കരാറുകാർക്ക് നിർദ്ദേശം നൽകി. ആഗസ്റ്റ് 6 മുതൽ ബസ് അടക്കമുള്ള വാഹനങ്ങൾ കടത്തിവിടാനാണ് MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ ധാരണയായത്. പണി തുടങ്ങി 1 വർഷമായിട്ടും തീരാത്ത സാഹചര്യത്തിലാണ് യോഗം വിളിച്ചത്. അപ്രോച്ച് റോഡ് നിരപ്പാക്കി വാഹനങ്ങൾ കടത്തിവിടാമെന്നും മഴ മാറുന്നതോടെ ഇന്റർലോക്ക് ടൈലുകൾ വിരിക്കാമെന്നും കരാറുകാരൻ അറിയിച്ചു. പാലം പണി ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ശക്തമായിരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുസ്രീസ് ബസ് സ്റ്റാൻഡ് റോഡിന് ശാപമോക്ഷം. 30 ലക്ഷം രൂപ ചിലവഴിച്ച് റോഡ് ടൈൽ വിരിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ലക്ഷ്മി തിയേറ്ററിന് കിഴക്കുവശത്തു നിന്നും ആരംഭിച്ച് പുതിയ മുസ്രീസ് ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡിന്റെ ഒരു ഭാഗം നേരത്തെ ടൈൽ വിരിച്ചിരുന്നു. എന്നാൽ ബാക്കിയുള്ള ഭാഗം തകർന്ന നിലയിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ റോഡിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി നവീകരിക്കുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാകും. ഈ കഴിഞ്ഞ മഴക്കാലത്ത് ജനജീവിതം ആകെ ദുസ്സഹമാക്കുന്ന രീതിയിലേക്ക് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ മാറുന്ന സ്ഥിതി ഉണ്ടായി. റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് ഇനി അടുത്ത ആഴ്ചയ്ക്കകം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കോൺട്രാക്ടറും അതോടൊപ്പം ഉദ്യോഗസ്ഥരും അറിയിച്ചിരിക്കുന്നത്.
തൃശൂർ പറവൂർ റോഡുകളെ ബന്ധിപ്പിക്കുന്ന സമാന്തര റോഡാണ് മുസിരീസ് ബസ് സ്റ്റാൻഡ് റോഡ്. നഗരത്തിൽ ഗതാഗത തിരക്ക് ഏറുമ്പോഴും മറ്റും വാഹനയാത്രികർ ആശ്രയിക്കുന്ന പ്രധാന മാർഗമാണിത്. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ പതിവാണെങ്കിലും ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരുന്നു. ടൈൽ വിരിക്കൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കയ്പമംഗലത്ത് ക്ഷേത്രത്തിൽ മോഷണം. 3 പീടിക സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തി തുറന്ന് ദേവി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന താലിമാല കവർന്നു. ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയും കുത്തി തുറന്നിട്ടുണ്ട്. പുറത്തെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ചെമ്പ് പാത്രങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാലത്ത് ക്ഷേത്രം തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. ക്ഷേത്രം തുറക്കാൻ വന്നപ്പോൾ നമ്മുടെ തിടപ്പള്ളി അതേപോലെ ശാന്തിമഠം കുത്തി തുറന്നൊരു നിലയിലാണ് കണ്ടത്. അതേപോലെ ക്ഷേത്രം തുറന്നപ്പോൾ ദേവിയുടെ കഴുത്തിലുള്ള സ്വർണ്ണത്തിൻ്റെ താലി ഉണ്ടായിരുന്നു, അതും പൊട്ടിച്ച നിലയിലാണ് കണ്ടത്. അതേപോലെ ഞങ്ങൾ വിളക്കൊക്കെ വയ്ക്കുന്ന റൂമുണ്ട്, ആ റൂം കുത്തിപ്പൊളിച്ച നിലയിലൊക്കെയാണ് കാണുന്നത്. ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് പൈസ, അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന പൈസ മൊത്തം കൊണ്ടുപോയിട്ടുണ്ട്. മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് മഴ ശക്തിയായി തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. തൃശൂർ ഉൾപ്പെടെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. തൃശൂരിന് പുറമെ പാലക്കാട്, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മരോട്ടിച്ചാൽ വഴിനടച്ചിറപ്പാലത്തിന് സമീപം റോഡ് തകർന്നു. ഇതുവഴിയുള്ള വാഹനയാത്ര അപകടാവസ്ഥയിൽ. റോഡിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയാണ് ഇടിഞ്ഞത്. ഏറെ നാളായി വഴിനടച്ചിറപ്പാലവും സമീപത്തെ റോഡും അപകടാവസ്ഥയിലായിരുന്നു. ജനപ്രതിനിധികളും നാട്ടുകാരും നിരന്തരം റോഡിന്റെ അപകടാവസ്ഥയെപ്പറ്റി ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ റോഡ് നിർമ്മാണ പ്രവർത്തികൾ നീണ്ടുപോവുകയായിരുന്നു. വഴിനടച്ചിറപ്പാലവും അപകടാവസ്ഥയിലാണ്. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ ദുരവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച് കേരളത്തെ പട്ടിണിയിലാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് AIYF ദേശീയ കൌൺസിൽ അംഗം പ്രസാദ് പറേരി പറഞ്ഞു. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുരിയച്ചിറയിലെ സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ്, ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ, പ്രസിഡന്റ് KA അഭിറാം തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. മറ്റ് പ്രകൃതി ദുരന്തങ്ങളിലുമെല്ലാം ഒരു ജനതയെ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്? ദേശീയപാത 66-ൽ ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ മുത്തൻമാവ് വരെയുള്ള ഭാഗം ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ ധർണ സംഘടിപ്പിച്ചു. തെക്കേ ബൈപ്പാസിൽ നടന്ന ധർണ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, മാലിക്കുളം അബ്ബാസ്, AA ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒന്നര മാസമായി മുടങ്ങിയ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയകൾ അടുത്തയാഴ്ച പുനരാരംഭിക്കും. സ്ഥലം മാറിയെത്തിയ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ചുമതലയേറ്റു. എന്നാൽ തൃശൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് മാറ്റിയ ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചതോടെ നിയമ പോരാട്ടത്തിനും തുടക്കമായി.
ഒരു മാസത്തിലേറെയായി ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയ സാഹചര്യത്തിലാണ് സ്ഥലം മാറ്റത്തിലൂടെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിച്ചത്. ഹൃദയ ശസ്ത്രക്രിയ സമയത്ത് രോഗിയുടെ ജീവൻ നിലനിർത്തുന്ന ഹാർട്ട് ലങ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന പെർഫ്യൂഷനിസ്റ്റിന്റെ കാര്യക്ഷമതയെ ചൊല്ലിയായിരുന്നു വിവാദം. നിലവിൽ ഈ തസ്തികയിലുള്ള 2 പേർക്കും കാര്യക്ഷമതയില്ലെന്ന് വ്യക്തമാക്കിയാണ് ഡോക്ടർ അഷ്റഫ് ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചത്. 2 പെർഫ്യൂഷനിസ്റ്റുകളിൽ ഒരാൾ PSC വഴിയും രണ്ടാമത്തെയാളെ ആശുപത്രി വികസന സമിതിയും നിയമിച്ചവരാണ്. ഇവർക്ക് ഈ ജോലിയിൽ ആവശ്യമായ പരിചയമില്ലാത്തതിനാൽ മുൻപുണ്ടായിരുന്ന ട്രെയിനിയാണ് ആശ്രയിക്കുന്നതെന്ന് ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ നേരത്തെ മേലധികാരികളെ അറിയിച്ചിരുന്നു. ശസ്ത്രക്രിയകൾ മുടങ്ങിയതോടെ പ്രതിഷേധം ശക്തമായി. തുടർന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നിയോഗിച്ച സമിതി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അഷ്റഫ് ഉസ്മാനെ ആലപ്പുഴയിലേക്കും ഡോക്ടർ കെ കൊച്ചുകൃഷ്ണനെ തൃശൂരിലേക്കും മാറ്റിയത്. ഈ സ്ഥലം മാറ്റം ചോദ്യം ചെയ്താണ് ഡോക്ടർ അഷ്റഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നത്. പരാതി ഉന്നയിച്ച ഡോക്ടറെ സ്ഥലം മാറ്റിയത് രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണെന്ന ആരോപണവും ഉയർന്നു. ആശുപത്രി വികസന സമിതി നിയോഗിച്ച പെർഫ്യൂഷനിസ്റ്റിനെ സംരക്ഷിക്കാനാണ് ഡോക്ടറെ സ്ഥലം മാറ്റിയതെന്നാണ് ആക്ഷേപം. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ അനാസ്ഥ മൂലമാണ് കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കിയതെന്ന് ആരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ധാണാവിൽ നിന്നും ആരംഭിച്ച മാർച്ച് SBI ബാങ്കിന് സമീപം പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ മറിച്ചിടാൻ KSU പ്രവർത്തകർ ശ്രമിച്ചത് പോലീസുമായി സംഘർഷത്തിനിടയാക്കി. KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ സമരം ഉദ്ഘാടനം ചെയ്തു. ആ ഫോർമുല പരീക്ഷ കഴിയുമ്പോൾ രണ്ടാമത് പുനരാവിഷ്കരിച്ച് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കേരളയും നോർക്ക റൂട്ട്സും സംയുക്തമായി മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസം ഉറപ്പാക്കുന്ന നോർക്ക NTPREM പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ഏകദിന സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. തൃശൂരിൽ നടന്ന ശില്പശാല നോർക്ക റൂട്ട്സ് എറണാകുളം സെന്റർ മാനേജർ അമ്പിളി ആന്റണി ഉദ്ഘാടനം ചെയ്തു. സ്മിത ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PG അനിൽ, രശ്മികാന്ത്, ഷിജി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കർക്കിടക സുകൃതം. ആത്മീയ വിശുദ്ധിയുടെ മാസമാണ് കർക്കിടകം. ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണിത്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി ഓരോ വീടുകളിലും. തോരാമഴ പെയ്തിരുന്ന കർക്കിടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കിടകവും കള്ളക്കർക്കിടകവുമാണ്. രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിയിച്ച് രാമായണം തൊട്ട് വന്ദിച്ച് വായന തുടങ്ങുന്നു. കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിലാണ് രാമായണ പാരായണം. കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണം. മൺമറഞ്ഞ പിതൃക്കൾക്കായി കർക്കിടക വാവുബലിയും ഈ മാസം നടത്തും. ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണ് കർക്കിടകം. ഔഷധക്കൂട്ടുകളോടെ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി ഏറെ പ്രശസ്തമാണ്. ക്ഷേത്രങ്ങളിലും വിവിധ പരിപാടികളോടെ രാമായണ മാസാചരണം നടക്കും. വിശ്വാസികളെ സംബന്ധിച്ച് കർക്കിടകത്തിലെ നാലമ്പല ദർശനവും പ്രധാനപ്പെട്ടതാണ്. വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് കർക്കിടകം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകൾക്ക് ഇനി സുഖചികിത്സയുടെ നാളുകൾ. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും വേണ്ടി 1 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയ്ക്കാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് തുടക്കം കുറിച്ചത്. വിവിധ ഔഷധങ്ങൾ ചേർത്ത ചെറുരുളയും ചവനപ്രാശം, അരി, അഷ്ടചൂർണം, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയും വിവിധങ്ങളായ സിറപ്പുകളും ഗുളികകളുമാണ് ദേവസ്വത്തിലെ ആനകൾക്ക് ഈ കാലയളവിൽ നൽകുന്നത്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ദേവസ്വം ബോർഡ് കൊമ്പൻ എറണാകുളം ശിവകുമാറിന് ആദ്യ ഉരുള നൽകി സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സ ആരംഭിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ ആനകളായിട്ടുള്ള തൃപ്പൂണിത്തറയിലും അതുപോലെ തന്നെ തൃപ്രയാറിലും
ഓരോ ആനകളുണ്ട്, അവർക്കുള്ള സുഖചികിത്സ അതേ കേന്ദ്രത്തിൽ തന്നെയാണ് നടത്തുന്നത്. മറ്റ് ആനകൾക്ക് ഇവിടെ വടക്കുംനാഥ ആനക്കോട്ടയിൽ അതിൻ്റെ സുഖചികിത്സ നടത്തുന്നു. ഏകദേശം ഒരാനയ്ക്ക് 3 ലക്ഷം രൂപയോളം വരുന്ന മരുന്നുകൾ ഉൾപ്പെടെയുള്ള ചികിത്സയാണ് ഈ 30 ദിവസം നീണ്ടു നിൽക്കുന്ന കർക്കിടക മാസത്തിലെ ചികിത്സയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാന്മാരായാണ് ആനകളെ ഇനി കർക്കിടക മാസം കഴിഞ്ഞാൽ ഉത്സവങ്ങൾക്ക് രംഗത്തിറങ്ങുക. ബോർഡ് അംഗം അഡ്വക്കേറ്റ് AP അജയൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, വടക്കുംനാഥ ക്ഷേത്ര മാനേജർ രാജീവ്, ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി KA മനോജ് കുമാർ, കേരള ബ്രാഹ്മണ സഭ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR ഹരിഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേവസ്വം ബോർഡ് എലിഫന്റ് കൺസൾട്ടന്റ് ഡോക്ടർ PB ഗിരിദാസിന്റെ മേൽനോട്ടത്തിലാണ് ചികിത്സ നടത്തുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിലവിൽ 5 ആനകളാണുള്ളത്. TCV തൃശൂർ. സംസ്ഥാന ഔഷധ സസ്യ ബോർഡും മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘവും സംയുക്തമായി ഈ മാസം 22-ന് സംസ്ഥാനതല അഗ്രി ഇൻഡ് സിനർജി കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൃഷിയും വ്യവസായവും ഒന്നിച്ചു വളരുന്ന കേരളം എന്ന ആശയത്തെ ആസ്പദമാക്കി 3 മുറി ചെട്ടിച്ചാലിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ മറ്റത്തൂർ ലേബർ കോ ഓപ്പറേറ്റീവ്സ് സൊസൈറ്റി പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി KP പ്രശാന്ത്, ഡയറക്ടർമാരായ PS പ്രശാന്ത്, PA രഘു, KV വേലായുധൻ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറം ബയോ പാർക്കിൽ നിന്ന് 6 അടി നീളമുള്ള 2 മൂർഖൻ പാമ്പുകളെ പിടികൂടി. ഹരിതകർമ്മസേന ശേഖരിച്ചു സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യ ചാക്കുകൾക്കിടയിൽ നിന്നാണ് പാമ്പുകളെ പിടികൂടിയത്. മാലിന്യം വേർതിരിക്കുന്നതിനിടെയാണ് തൊഴിലാളികൾ പാമ്പിനെ കണ്ടത്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രവീഷ് ഗുരുവായൂർ പാമ്പുകളെ പിടികൂടി കൊണ്ടുപോയി. നേരത്തെയും ഇവിടെ നിന്ന് പാമ്പുകളെ പിടികൂടിയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ബയോ പാർക്കിൽ എത്തിയവർക്ക് പാമ്പുകടി ഏറ്റിരുന്നു. 100ഓളം സ്ത്രീ തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കിണറിൽ വീണ മാൻകുഞ്ഞിന് രക്ഷകനായി വന്യജീവി സംരക്ഷകനായ ലിജോ കാച്ചേരി. കിണറിൽ വീണ് ശ്വാസവും ഹൃദയമിടിപ്പും നിലച്ച മാൻകുഞ്ഞിന് കിണറിനകത്ത് തൂങ്ങിക്കിടന്ന് CPR നൽകിയാണ് ലിജോ കാച്ചേരി പുതുജീവൻ നൽകിയത്. ചെന്നൈപ്പാറ സ്വദേശി ചൂരയിൽ ആന്റണിയുടെ വീട്ടുവളപ്പിലെ കിണറ്റിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് മാൻകുഞ്ഞ് വീണത്. അമ്മ മാനിനെയും 2 കുഞ്ഞുങ്ങളെയും കണ്ട് ആന്റണിയുടെ ഭാര്യ മകനെയും കൂട്ടി ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ മാൻകുഞ്ഞ് കിണറ്റിലെ കൈവരിയിൽ വീണുകിടക്കുകയായിരുന്നു. ഉടൻ തന്നെ മാന്നാമംഗലം റേഞ്ച് ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വന്യജീവി സംരക്ഷകനായ ലിജോ കാച്ചേരിയെയും കൂട്ടി ഉദ്യോഗസ്ഥരെത്തി. കിണറിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയ മാൻകുഞ്ഞിനെ ലിജോ കയറിൽ തൂങ്ങിയിറങ്ങി കൈകളിലാക്കി. തുടർന്ന് കൃത്രിമ ശ്വാസം നൽകി ജീവൻ രക്ഷിക്കുകയായിരുന്നു. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത മാൻകുഞ്ഞിനെ അമ്മ മാനിന്റെ അടുത്തെത്തിച്ചാണ് ലിജോ വിശ്രമിച്ചത്. TCV ന്യൂസ് തൃശൂർ. മതിലകം ചങ്ങാതിക്കുട്ടം കലാസാഹിത്യ സമിതി ആർട്ടിസ്റ്റ് ഷാജി K. അബ്ദു അനുസ്മരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശീയ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ഡോക്ടർ UM മുസ്തഫ കമാൽ ഏറ്റുവാങ്ങി. ചങ്ങാതിക്കുട്ടം പ്രസിഡന്റ് ബഷീർ തൃപ്പേക്കുളം അധ്യക്ഷത വഹിച്ചു. മതിലകം ജുമാ മസ്ജിദ് ഖത്തീബ് ഡോക്ടർ അബ്ദുൽ സലാം ഫൈസി, ആർട്ടിസ്റ്റ് PH യഹിയ ഷിലിൻ പൊയ്യാറ, മൂസ വടക്കനോളി, EG വസന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കുസാറ്റ് യൂണിവേഴ്സിറ്റി മുൻ അധ്യാപകൻ ഡോക്ടർ CG നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. K. കിട്ടുനായർ സൗജന്യ ഔഷധ കഞ്ഞി വിതരണം ചെയ്തു. റിട്ടയർഡ് DYSP KB സുരേഷ്, നാടക സംവിധായകൻ ദേവരാജൻ മുക്കോല, ചിറക്കൽ നാരായണൻകുട്ടി, ക്ഷേത്രം രക്ഷാധികാരികളായ V. ചന്ദ്രശേഖര മേനോൻ, വിശ്വനാഥൻ പുഴയ്ക്കൽ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്ന പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു. മണ്ണു പരിശോധനയ്ക്കായി പൊതുമരാമത്ത് വകുപ്പ് എറണാകുളം ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിലെ അധികൃതർ വടക്കാഞ്ചേരിയിലെത്തി.
ബൈപ്പാസിന്റെ ഭാഗമായുള്ള റോഡ്, പുഴപ്പാലം എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡിസൈൻ വിഭാഗത്തിന് ആവശ്യമായ ഡാറ്റ ലഭ്യമാക്കുന്നതിന് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മണ്ണിന്റെ ഘടനയും പാറയുടെ സാന്നിധ്യവും ദൃഢതയും പരിശോധിക്കുന്നതിനാണ് സബ്സോയിൽ ബോറിംഗ് ടെസ്റ്റുകൾ നടത്തുന്നത്. നേരത്തെ ജനുവരി മാസത്തിൽ 32 പോയിന്റുകളിൽ മണ്ണുപരിശോധന പൂർത്തീകരിച്ചിരുന്നു. PWD ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം തുടർ മണ്ണുപരിശോധന പൂർത്തിയാക്കി ബോർഹോളുകളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിശോധനകൾക്കായി അയക്കും. DPR പൂർത്തിയാക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സ്ഥലത്തെത്തിയ സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും ഉമ്മൻചാണ്ടി കാരുണ്യ പെൻഷൻ പദ്ധതിയുടെ 4ാം ഘട്ട വിതരണവും നടന്നു. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷനായി. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, PK ഇബ്രാഹിം, CM പരമശിവൻ, അശോക് കോമത്ത് കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. തോളൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിലെ വഴിയരികിൽ മൂത്രമൊഴിച്ചയാൾക്ക് 2500 രൂപ പിഴ ചുമത്തി. പറപ്പൂർ സെന്ററിൽ പഞ്ചായത്ത് സ്ഥാപിച്ച ക്യാമറയിലൂടെയാണ് ഇയാൾ പൊതുസ്ഥലത്ത് മൂത്രമൊഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ക്യാമറയും സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിട്ടും ഇപ്പോഴും പൊതുസ്ഥലത്ത് മൂത്രമൊഴിക്കുന്നത് തുടരുന്നതിനാലാണ് ഇത്തരത്തിൽ അധികൃതർ നടപടി സ്വീകരിച്ചത്. നിലവിൽ പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ പൊതുജനങ്ങൾക്ക് ബാത്റൂം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇനിയും തെറ്റാവർത്തിച്ചാൽ വലിയ പിഴ ചുമത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കാട്ടൂർ വാദ്യകുടം മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഗജപൂജയും നടന്നു. ഗജപൂജയ്ക്ക് കാവനാട് പ്രദീപ് നമ്പൂതിരിയും സനൽ നമ്പൂതിരിയും നേതൃത്വം നൽകി. ആനയൂട്ടിന് 5 ഗജവീരന്മാർ പങ്കെടുത്തു. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളും ആനപ്രേമികളും പങ്കെടുത്തു. ഗജപതി ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആനയൂട്ട് നടന്നത്. ഗുരുവായൂരിൽ നിന്ന് ടാങ്കർ ലോറി വഴി മാലിന്യം ചക്കം കണ്ടത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുവെന്നാരോപിച്ച് UDF പാലയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭ പ്രതിപക്ഷ നേതാവ് KV സത്താർ ഉദ്ഘാടനം ചെയ്തു. ദസ്തഗീർ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. 14ാം വാർഡ് കൌൺസിലർ സുപ്രിയ രാമചന്ദ്രൻ, UDF നേതാക്കളായ ലത്തീഫ് പാലയൂർ, PM അനസ്, PV പീറ്റർ, PV മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ നേതാവായിരുന്ന PV സുരേഷ് ബാബുവിന്റെ 5ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണം മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, TK ചന്ദ്രൻ, KM പരമേശ്വരൻ, KP രാജു, TD സുനിൽ, ശ്രീകുമാർ വാഗ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ അഖില കേരള എഴുത്തച്ഛൻ സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. PK സുധീഷ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KK ജയറാം അധ്യക്ഷനായി. ജയകൃഷ്ണൻ T മേപ്പുള്ളി, സംസ്ഥാന സെക്രട്ടറി VA രവീന്ദ്രൻ, CC രാമകൃഷ്ണൻ, TK ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്ത് 7ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒലീവ് റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വിമല സേതുമാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു. CP ജിജോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CJ സേവ്യർ, CP ജിജോ, CC നിക്സൺ, CV ജോസ്, സുനിത ബാബു, ബിന്ദു വിനു, പ്രീതി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് വിശ്വഭാരതി എഡ്യൂക്കേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സജീവ് കഴുങ്കികൾ, സക്കീർ ഹുസൈൻ, KT സ്റ്റീഫൻ, P സജൻ, KV ജിത തുടങ്ങിയവർ സംസാരിച്ചു. ഒരേപോലെ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം, ഒരിക്കലും തെറ്റിലേക്ക്. അതോടൊപ്പം നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട്
വെള്ളിക്കുളങ്ങര വെറ്റിലപ്പാറ റീച്ചിലെ മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിക്കുന്നു. കോർമലയിൽ നിന്ന് തുടങ്ങി ചായ്പൻകുഴി വരെയുള്ള റോഡിലെ കലുങ്ക്, കാന എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിലാണ്. 12 മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മാണം. നഷ്ടപരിഹാര തുക കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ട് ചില ഭൂ ഉടമകൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാര തുക ലഭിച്ചവരുടെ വീടുകളിൽ കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും സന്ദർശനം നടത്തി. മുല്ലശ്ശേരി പഞ്ചായത്ത് 2-ാം വാർഡിൽ വയോജന സംഗമവും ഹോമിയോ മെഡിക്കൽ ക്യാമ്പും നടന്നു. ഡോക്ടർ പി സ്മിത ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ടി.ജി. പ്രവീൺ അധ്യക്ഷത വഹിച്ചു. രജനി സജീവൻ, ദിനേശ് കുമാർ, ശശി തച്ചുപള്ളി, ശ്രീനിവാസൻ ആനയടത്ത്, ഹംസ അമ്പലത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത റോഡിലെ കുഴി. അയ്യന്തോളിൽ കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. പ്രതിഷേധവുമായി കോൺഗ്രസ് ബി.ജെ.പി. കൌൺസിലർമാർ. അടിയന്തര റിപ്പോർട്ട് തേടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ വിദ്യാർത്ഥി മരിച്ച സംഭവം നിസ്സാരവൽക്കരിച്ചിട്ടില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കെ.എസ്.ഇ.ബി. സേഫ്റ്റി ഡയറക്ടർ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി. പുതുക്കാട് കാവല്ലൂർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ദേശീയപാത അമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. റോഡിലെ കുഴിയും ഓടയുടെ സ്ലാബുകൾ തകർന്നതും കുരുക്കിനിടയാക്കുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ കുന്നംകുളം നഗരത്തിലെ റോഡുകൾ. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ ഈ മാസം 21 മുതൽ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുസ്ലിസ് ബസ് സ്റ്റാൻഡ് റോഡിന് ശാപമോക്ഷം. 30 ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് ടൈൽ വിരിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. കയ്പമംഗലത്ത് 3 പീടിക നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തി തുറന്ന വിഗ്രഹത്തിലെ മാല കവർന്നു. ഭണ്ഡാരം തകർത്ത പണവും കവർന്നു. സംസ്ഥാനത്ത് മഴ ശക്തിയായി തുടരുന്നു. തൃശൂരിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. 2 ദിവസം കൂടി കനത്ത മഴ തുടരും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.